വാർദ്ധക്യത്തിന്റെ വിരസതകളിൽ നിന്ന് മാറി സൗഹൃദങ്ങൾ പുതുക്കാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒരു ഉല്ലാസയാത്ര. മുസ്ലിം ലീഗ് കയ്യങ്കോട് വാർഡ് കമ്മിറ്റി സംഘടിപ്പിച്ച വയോജനങ്ങൾക്കുള്ള ഉല്ലാസയാത്ര ആവേശകരമായി. വാർദ്ധക്യത്തിന്റെ വിരസതകളിൽ നിന്ന് മാറി മനസ്സിനും ശരീരത്തിനും ഉന്മേഷം പകരാൻ ഒരു ഉല്ലാസയാത്ര. കൊളച്ചേരി പഞ്ചായത്തിലെ 12ാം വാർഡിൽ വയോജന സൗഹൃദ ഗ്രാമം എന്ന പേരിൽ മുസ്ലിം ലീഗ് കയ്യങ്കോട് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വയോജനങ്ങൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. വാർഡിലെ വയോജനങ്ങളുടെ ഒത്തുചേരലിനും സൗഹൃദം പുതുക്കലിനും ഈ യാത്ര വേദിയായി. മുസ്ലിം ലീഗ് തളിപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ കോടിപ്പൊയിൽ മുസ്തഫ ഫ്ലാഗ് ഓഫ് ചെയ്താണ് യാത്രയ്ക്ക് തുടക്കമായത്. വാർഡിന്റെ നേതൃത്വത്തിൽ, നമ്മുടെ മെമ്പറുടെ നേതൃത്വത്തിൽ നിങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഇവർ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ ഏരിയ അതാണ്. എന്ന് പറഞ്ഞാൽ ഒരു 50 വയസ്സിന് മേൽപോട്ടുള്ള ഇങ്ങനെ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ആളുകളുടെ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാലിയേറ്റീവ് കെയർ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ തീർച്ചയായും ഈ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ എനിക്ക് ഏറെ സന്തോഷവും താല്പര്യവും ഉണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പാട്ടുകൾ പാടിയും തമാശകൾ പറഞ്ഞും ഓരോരുത്തരും യാത്രയിലുടനീളം ആവേശഭരിതരായി. പ്രായത്തിന്റെ അവശതകൾ മറന്ന് പുതിയ കാഴ്ചകൾ കണ്ടും പ്രകൃതി ഭംഗി ആസ്വദിച്ചും അവർ ഒരു ദിനം അവിസ്മരണീയമാക്കി. യാത്രയിലുടനീളം വയോജനങ്ങൾക്ക് ആവശ്യമായ സുരക്ഷയും പരിചരണവും ഉറപ്പാക്കാൻ ഭാരവാഹികൾ സജീവമായി കൂടെയുണ്ടായിരുന്നു. കൊളച്ചേരി പഞ്ചായത്തിലെ വാർഡ് 12 കയ്യങ്കോട് മുസ്ലിം ലീഗ് ശാഖാ കമ്മിറ്റിയും വാർഡ് മെമ്പർ ഫസീലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട വയോജനങ്ങൾക്കായിട്ടുള്ള ആദ്യ ബാച്ചിൻ്റെ ടൂറാണ് ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ 60 വയസ്സ് കഴിഞ്ഞാൽ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ കഴിയേണ്ടവരാണ് എന്ന ഒരു തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ മാറി ചിന്തിച്ചുകൊണ്ട് ഇത്തരം ആളുകൾ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്ന സ്ട്രെസ്സിൽ ഒരു മാനസിക സന്തോഷം നൽകുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ആദ്യ പടി എന്നുള്ള രീതിയിലാണ് കയ്യങ്കോട് മുസ്ലിം ലീഗ് കമ്മിറ്റി ഇങ്ങനെ ഒരു വയോജന സൗജന്യ ടൂറ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 2 സ്ഥലങ്ങളിലായിട്ടാണ് ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് പെറ്റ് സ്റ്റേഷൻ, മാട്ടൂലുള്ള കേരളത്തിലറിയപ്പെട്ട ഏറ്റവും വലിയ ഒരു പെറ്റ് സ്റ്റേഷനാണ് ആദ്യമായി നമ്മൾ വയോജനങ്ങൾക്കായി അല്ലെങ്കിൽ വയോധ്യരായ സ്ത്രീകൾക്ക് നമ്മൾ ആദ്യമായി കാണിച്ചു കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചൂറ്റാട് ബീച്ച് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ വളരെ മനോഹരമായ തിരമാലകൾക്കിടയിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള വയോധ്യരായ സ്ത്രീകൾ ഇപ്പോഴും അതിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആസ്വദിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യത്തെ പടിയെന്നാണ് ഉള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ വരും നാളിലും തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശാഖാ കമ്മിറ്റി ആദ്യം സംഘടിപ്പിച്ച ഈ ഉല്ലാസ ടൂറിന് പുറമെ 2ാം ഘട്ടം എന്ന നിലയ്ക്ക് നമ്മുടെ അടുത്ത ഭാവിയിൽ, അടുത്ത കാലഘട്ടത്തിൽ തന്നെ വയനാടേക്കുള്ളൊരു ഉല്ലാസ ടൂറാണ് നമ്മൾ ശാഖാ കമ്മിറ്റി ആലോചിക്കുന്നത്. അതിനുള്ള ഒരുക്കത്തിലാണ് ശാഖാ കമ്മിറ്റി ഉള്ളത്. മുസ്ലിം ലീഗിൻ്റെ ടൗൺഷിപ്പ് അടക്കം നമ്മുടെ നാട്ടിലെ വയോജനങ്ങളെ കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ശ്രമം ഇന്ന് തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞിരുന്ന് കൂടുന്ന ഒരു പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വാർഡിലെ പരമാവധി 100ഓളം വയോജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടൊരു യാത്രയാണ് വയനാടേക്ക് ഉദ്ദേശിക്കുന്നത്. അതിന് ശാഖാ കമ്മിറ്റി സന്നദ്ധനാണെന്ന് നമ്മൾ ഇപ്പോൾ
ഓർമ്മിപ്പിക്കുകയാണ്. വയോജനങ്ങൾക്ക് സ്നേഹത്തിന്റെ തണലൊരുക്കി മറക്കാനാകാത്ത ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് വാർഡ് മെമ്പർ ഫസീല പിയുടെ നേതൃത്വത്തിൽ ഉല്ലാസയാത്ര നടന്നത്. ആദ്യഘട്ട യാത്രയിൽ 25 പേരാണ് പങ്കെടുത്തത്. ഒപ്പം 5 വനിതാ വളണ്ടിയർമാരുടെ സേവനവും യാത്രയിലുണ്ടായിരുന്നു. കണ്ണൂർ മാട്ടൂൽ സെൻട്രൽ ബീച്ചിലെ പെറ്റ് സ്റ്റേഷനിലെ അപൂർവ ദൃശ്യാനുഭവം വയോധികരെ അത്ഭുതവും ആഹ്ലാദവും നിറയ്ക്കുന്ന അനുഭവമാക്കി. ഇന്നത്തെ ടൂർ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പേര് കൊടുത്തിട്ടൊന്നുമില്ല, രണ്ടാളും ഒഴിവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോയിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നലെ ആയിരുന്നു പേര് കൊടുത്തിന്. വന്ന് നല്ല രസമുണ്ട്, എല്ലാം നല്ലതായിരുന്നു. ഇല്ല, വന്നിട്ടില്ല, ഇത് ആദ്യമായിട്ട് വരുന്നതാണ്. തുടർന്ന് പുതിയങ്ങാട് കടലോരത്തെ ചൂട്ടാട് ബീച്ചിലെ മനോഹര കാഴ്ചകളും വീശിയടിക്കുന്ന ഉപ്പുരസമുള്ള കാറ്റും ആസ്വദിച്ച് മണൽത്തരികളോട് കിന്നാരം പറഞ്ഞുകൊണ്ട് രാത്രി 7 മണിയോടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. ഈ വിനോദയാത്ര അക്ഷരാർത്ഥത്തിൽ മനസ്സ് നിറഞ്ഞ യാത്രയായി മാറി. നമ്മൾ വാർഡിലെ 12 വാർഡിലെ ഫസ്റ്റിലെ മെമ്പർ ഇങ്ങനെ ടൂർ പോകുന്നിട്ട് ഫോണിലിട്ട് ഫസ്റ്റ് തന്നെ പേര് ഞാനാ കൊടുത്ത്. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇനിയും വരണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അടിച്ചു പൊളിയാക്കണം. ഐസ് വാങ്ങി നമ്മൾ ഈമ്പി കുടിച്ച് തരാനും ദാഹെല്ലാം മാറ്റി എല്ലാവർക്കും നല്ല നന്ദി. എല്ലാവരും കൂടി ഇനിയും വരണം. ആർക്കും 60 വയസ്സോ 80 വയസ്സോ ഒന്നും തോന്നിക്കാതെ ഒരു 18 വയസ്സിൻ്റെ പ്രായത്തോടു കൂടിയാണ് ഇവിടെ എല്ലാവരും വന്നത്. അതുകൊണ്ട് ഈ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് മെമ്പർമാർ വന്നു, പക്ഷേ നമുക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതുണ്ടായത്. നമുക്ക് അത്രയും സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇനിയും നല്ലൊരു ഇതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലോക്ക് മെമ്പർ ഫൗസിയ KCP, മുഹമ്മദ് കുട്ടി മാസ്റ്റർ, അഫ്സൽ കയ്യങ്കോട്, കുഞ്ഞിത് കുട്ടി ഹാജി, അബ്ദുൾ റഷീദ് തുടങ്ങിയവർ യാത്രയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കയ്യങ്കോട്.